ആ ഇന്നും ബ്രെഡും പഴമെന്നാ തോന്നുന്നത്. തിന്ന് നിന്നും അടുത്ത്. ബ്രെഡ് എങ്കിൽ ബ്രെഡ്, പട്ടിണി കിടന്ന് ചാകുന്നതിനേക്കാൾ നല്ലതാ പാളയം കുടം പഴം. ഇങ്ങത്താ വെച്ചത്തട്ട് കുടല് കരിയാണ്. ഇത് നിനക്കുള്ളതല്ല. ഞാൻ കഴിച്ചിട്ട് ബാക്കിയുള്ളവർ കഴിച്ചാൽ മതി. രണ്ടുപേരും തർക്കിക്കണ്ട. ഇങ്ങതാ 3 പേർക്ക് ഞാൻ വൃത്തിയായിട്ട് പങ്കുവെക്കാം. എന്തൊരു കഷ്ടം. ഞാൻ പറഞ്ഞല്ലോ ഇത് നിങ്ങൾക്ക് തിന്നാണതല്ല. അപ്പൊ നിനക്ക് മാത്രമേ വാങ്ങിച്ചുള്ളൂ. നിക്കടാ, എന്തിനാ ഈ കയറ്? തൂങ്ങിച്ചാവാനല്ല. ഓ ഞാൻ പേടിച്ചു പോയി. അഴകെട്ടാനടാ. അതല്ല വാസുവേട്ടാ. ഏതല്ല? തൂങ്ങിച്ചാവാൻ നടക്കുന്നവൻ അത് പറഞ്ഞോട് നടക്കൂ. പറഞ്ഞതിന് ശേഷമല്ലോ നടന്നത്. വന്നേ. അതെ, എന്താ അതിന്റെ പ്രശ്നം? പ്രശ്നം? ഇവിടുത്തെ പ്രശ്നമൊക്കെ വാസുവേട്ടന് അറിയാവുന്നതല്ല. അതൊക്കെ എനിക്കറിയാം. നിന്റെ ഈ തീരുമാനത്തിനുള്ള കാരണം എന്താണെന്ന് പറ. ആ പരമമ്മാവനെയും കുടുംബത്തെയും വഴിയാധാരമാക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ അത് നടക്കില്ല. നീ കൂടുതൽ പുണ്യാളനാവല്ലേ? നീയും കൂടി കൂട്ടി നിന്നിട്ട് അവര് വീട് മേടിച്ചത്. വേണ്ട വേണ്ടെന്ന് എത്ര പ്രാവശ്യം ഞാൻ നിന്നോട് പറഞ്ഞതാ. ദേ അവരെ ഈ കുഴിക്കൊണ്ടേ ചാടിച്ചിട്ട് അങ്ങനെ അങ്ങ് തൂങ്ങി രക്ഷപ്പെടാൻ നിന്നെ ഞാൻ സമ്മതിക്കില്ല. അങ്ങനെ ഞാൻ തൂങ്ങുകയാണെങ്കിൽ തമിഴത്തികളെ ഒന്നടങ്കം കൊന്നു കുഴിച്ചു മൂടിയിട്ടേ ഉള്ളൂ. അത് ഞാൻ നേരത്തെ തീരുമാനിച്ചിട്ടുള്ള കാര്യമാണ്. നീ ഇപ്പൊ പറഞ്ഞത് അതിന്റെ ശരി. ഇക്കാര്യത്തിൽ എന്റെ എല്ലാ സപ്പോർട്ടും നിനക്കുണ്ട്. ഓ എന്നിട്ട് വേണം നിനക്ക് ആ പരമനാരുടെ മോളായിട്ട് ഇവിടെ കിടന്ന് മേളാങ്കിക്കാൻ. അല്ലടാ, അല്ലേലും പണ്ടേ നീ ഇങ്ങനെ തന്നെയാ. ഒരു നല്ല കാര്യം പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവൂല. ദിനേശ, വാസുവേട്ട, ആത്മഹത്യയും കൊലപാതകവും ഒരമ്മ പെറ്റ ഇരട്ട മക്കളാണ്. നീ ആ കയറി കണ്ടേ. ഞാൻ സെറ്റപ്പ് ഒന്ന് റെഡിയാക്കട്ടെ. ഭാഗ്യത്തിന് കുളത്തുണ്ട്. ഇനി ഹൈറ്റോ? ഹൈറ്റും കറക്റ്റാണ്. ദിനേശ്, എന്തോ നീ എന്താണ് പറയുന്നതെന്ന് നീ അറിയുന്നില്ല. വാസുവേട്ടൻ എന്താണ് പറയുന്നതെന്ന് ഞാനും അറിയുന്നില്ല. മകനെ, മരണത്തെ മുഖാമുഖം കാണുമ്പോഴും നീ തമാശ പറയാൻ ശ്രമിക്കുക. വാസുവേട്ടാ, വെറുതെ അവന്റെ ആത്മവിശ്വാസം കിടത്തല്ലേ. കുരുക്ക് റെഡി. എപ്പോഴാ പെൺപടകൾ ഒഴിവാക്കുന്നത്? ഇന്ന് രാത്രി, നാളെ, എന്നിട്ട് വേണമല്ലോ നിനക്ക് തൂങ്ങാനായിട്ട്. തൂങ്ങലൊന്നും എനിക്ക് പരിചയം പോരാ. അയ്യോ, ഒന്ന് തൂങ്ങാനായിട്ട് അടിക്ക്. ഞാൻ കാണിച്ചു തരാ. ഇങ്ങനെ കുരുക്കിട്ട് കഴുത്തേലിട്ട് മുറുക്കിയിട്ട് മുറുകി ഒന്ന് നോക്കിയിട്ട് ചൂളിങ്ങനെ കാലുണ്ട്. വാച്ചോട്ട ഒന്ന് അല്പത് വാച്ചോട്ടാ, ഈ ചൂളൊന്ന് തട്ടി പറിച്ചേ. വാ വേഗം വാ, കാണിച്ചു കൊടുക്കാൻ പുതിയ. നിനക്ക് അഭിനയത്തിൽ പത്മശ്രീ കിട്ടും. കണ്ടോ, ആത്മഹത്യ വെറുതെ അഭിനയിച്ച് കാണിക്കുന്നവന്റെ വെപ്രാളം എത്ര ഭംഗിയായിരിക്കുന്നു. ആത്മഹത്യക്കും കൊലയ്ക്കുമിടയിൽ ആത്മനാദം പോലൊഴുകുന്നു പാളയം എന്നൊരു കവി എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ് അയാളുടെ പേര്? നാക്കിന്റെ തുമ്പത്ത്. ചേട്ടാ വല്ലഭൻ. വല്ലവന്റെ കാര്യമല്ല പറഞ്ഞത്, എഴുതിയ കവിയുടെ കാര്യം പറഞ്ഞത്. ചേട്ടാ വല്ലഭൻ വല്ലാണ്ട് പിടയ്ക്കണെന്ന്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇവനെ രക്ഷിക്കുന്നത് പോലെ അഭിനയിക്കാം. ഓവറാക്കരുത്. ഇല്ല. ഇതാ പറയണത്, നിനക്ക് ടൈമിംഗ് ഇല്ലെന്ന് പറഞ്ഞത്. പതുക്കെ അവൻ എഴുന്നേറ്റ് ഓടൊന്നുമില്ല. പിടിച്ചേ വല്ലഭ. ദിനേശ, ശത്രുവിനെ കീഴടക്കാൻ 3 രാജതന്ത്രങ്ങൾ. കുറെ രാജതന്ത്രങ്ങൾ പയറ്റിയതല്ലേ, എല്ലാം ചീറ്റി പണ്ടാറടങ്ങിയില്ല. ഒന്നും മിണ്ടായിരടാ അവിടെ. ക്ഷമയാണ് ലോകം കണ്ട ഏറ്റവും വലിയ AK-47. എന്റെ ഈശ്വരാ, ഒന്ന് ചിരിക്കാൻ പോലും വയ്യ. പാവം. നാളെ നിന്റെ ബർത്ത്ഡേ ആണ്. നാളെ എന്റെ അപ്പൂപ്പന്റെ ആണ്ടല്ലേ. എന്റെ ബർത്ത്ഡേ കഴിഞ്ഞിട്ട് കുറെ നാളായില്ലേ. എങ്കിൽ അപ്പൂപ്പന്റെ ബർത്ത്ഡേ അത് നമ്മൾ ആഘോഷിക്കുന്നു. സാക്ഷാൽ അമ്പലപ്പുഴ പാൽപായസത്തെക്കാൾ നല്ല പാൽപായസം എന്റെ ഈ കൈകൊണ്ട് ഞാൻ ഉണ്ടാക്കുന്നു. എന്നിട്ട് നിന്റെ കൈകൊണ്ട് ആ പെൺകുട്ടിക്ക് കൊടുക്കുന്നു. അങ്ങനെ നമ്മൾ അവരുടെ മനസ്സ് കീഴടക്കുന്നു. കേട്ടോ, ഇനി ഈ ഒരു കഷ്ണം വിറ കൂടിയേ ഉള്ളൂ. അത് മതിയാവും. പാകമായി കഴിഞ്ഞ് ആ വിറയിങ്ങന്നെ. ഇതെന്റെ കൈയാണ്. രാജതന്ത്രം എവിടം വരെയായി? ഉപ്പ് നോക്കാറായോ? ഉപ്പ് നോക്കാൻ ഇത് ഉപ്പുമാവല്ല. ഇത് ഉപ്പുമാവല്ലെന്ന് എനിക്കറിയാം. ഞാൻ ആ രാജതന്ത്രത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. സാമ്പിൾ നോക്കാൻ ഒരു പാത്രം രാജതന്ത്രം തന്നൂടെ? ഈ കിണറ്റിലെ സാമ്പിൾ നോക്കുന്നത് ആദ്യം ഇതിന്റെ രുചി നോക്കേണ്ടത് പെൺകുട്ടിയായിരിക്കണം. അത് കേട്ട് മതി നീ. ഉപ്പ് നോക്കാനൊന്നും ഞാനൊരു കള്ളം പറഞ്ഞതാ. സത്യത്തിൽ എന്റെ വയറ് വെച്ചെന്നിട്ടാ. ഗതി കേട്ടാ പുലി പുല്ലും തിന്നുന്നാണല്ലോ. അങ്ങനല്ലേ? മാടുകൾക്ക് പുല്ല് തന്നെയാണല്ലോ മട്ടൻ ബിരിയാണി. ചേട്ടാ, മണം അടിച്ചിട്ട് വായന വെള്ളം വന്നിട്ട് പാടില്ല. സത്യം. പോക്കറ്റിൽ എന്താണ് കശുവണ്ടിയാണോ? എന്താ ഇതിലിട്ടത്? ഇത് രുചി കൂടാൻ വേണ്ടിയുള്ള ടേസ്റ്റ്. രുചി കൂടാൻ വേണ്ടി ടേസ്റ്റ് അല്ല, സീക്രട്ട്. ഞാൻ പറയൂല. അമ്പലപ്പുഴ പാൽപായസം. സത്യം സത്യം. വിളിക്ക്. ആരും കാണാനില്ല ഇവിടെ. ആരും. ഹലോ, ഇന്നെന്റെ ഹാപ്പി ബർത്ത്ഡേ. ഇത് കുറച്ച് മലമ്പുഴ പാൽപ്പായസ. സോറി, മലമ്പുഴയല്ല, അമ്പലപ്പുഴ. അമ്പലപ്പുഴ പാൽപ്പായസ ഞാൻ എന്റെ സ്വന്തം കൈകൊണ്ടുണ്ടാക്കിയതാ. താങ്ക്സ്.
ഓക്കേടാ. അടച്ചോ. ലക്ഷ്യത്തിലേക്കുള്ള ആദ്യപടി വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു. ഇന്ന് വൈകുന്നേരം ലക്ഷം മറ്റവൻ സംഘടിപ്പിച്ച് നമ്മൾ ഗംഭീരമായി ആഘോഷിക്കുന്നു. ഈ ഗാന്ധി മാർഗത്തിൽ എവിടെയാണ് മറ്റവൻ? നീ മിണ്ടരുത്, പറയുന്നത് കേട്ടാ മതി. ഞാൻ ആദ്യം ഈ പായസം കുടിച്ചൊന്ന് ആഘോഷിക്കട്ടെ, എന്നിട്ട് വേണം മലമ്പുഴയാണോ ചങ്ങമ്പുഴയാണോ എന്ന് തീരുമാനിക്കാൻ. ആരാ? നോക്കിയിട്ട് കുടിക്കാം. ജീവിതത്തിൽ ആദ്യമായിട്ടാ ഒരു പോലീസ് സ്റ്റേഷന്റെ തിണ്ണ ഇറങ്ങണത്. നിങ്ങളൊക്കെ കാരണം എന്റെ മാനമാണ് പോയത്. നീ കരയാതെ വല്ലഭ, ഇതൊക്കെ അനുഭവിച്ചാലേ മനുഷ്യജന്മം പൂർണ്ണമാവും. പോലീസ് സ്റ്റേഷനും ജയിലുമെല്ലാം നമ്മുടെ കാശ് കൊണ്ട് നമ്മുടെ സർക്കാർ നമുക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നതല്ലേ? ഇത്രയും നേരം ഞാൻ പിടിച്ചിരുന്നു. എന്റെ ദേഹത്ത് പോലീസ് അങ്ങനെ കൈവച്ചാലുണ്ടല്ല, കൈവച്ചാലേ സത്യം ഞാൻ തുറന്നു പറയും. എന്ത് സത്യം? പായസത്തിൽ വിഷമിട്ട് ആരാണെന്ന്. പായസത്തിൽ വിഷോട്ട് ആരാടാ? ആരടാ? വാസുവേട്ടൻ. പിന്നെ വാസുവേട്ടല്ലേ പോക്കറ്റിൽ സാധനം എടുത്ത് ഇങ്ങനെ അടിച്ചത്? അത് നീ കണ്ടല്ലേ? ഇല്ല, ഞാനത് വെറുതെ കാണിച്ചാണ്. നീ അതൊന്നും ഇവിടെ കയറി വിളമ്പേക്കല്ലേ. പായസം വിളമ്പുമ്പോ ആലോചിക്കണായിരുന്നു. വാസുവേട്ടാ, അമ്പലപ്പുഴ ഭഗവാനാണ് സത്യം. ഓ, സാർ വിളിക്കുന്നു. നീ വിഷമിക്കണ്ട, പൊയ്ക്കോ. പ്രതികളെ തമിഴ്നാട് പോലീസിന് എങ്ങനെ വിട്ടുതരുന്ന സാർ പറയുന്നത്? അതായത് വിഷം ചേർത്ത പായസം കേരള അതിർത്തിക്കുള്ളിൽ നിന്നാണ് പ്രതി തമിഴ്നാട് അതിർത്തിക്കുള്ളിൽ നിന്ന പരാതിക്കാരിക്ക് കൊടുത്തത്. കൃത്യമായിട്ട് പറഞ്ഞ കുറ്റകൃത്യം നടന്നിരിക്കുന്നത് കേരള അതിർത്തിക്കുള്ളിലാണ്. അപ്പൊ പ്രതിയെ കസ്റ്റഡിയിലെടുക്കേണ്ട ചുമതല കേരള പോലീസിനും. എന്റെ സാറേ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഇങ്ങനെ ഒരു കേസ് ആദ്യമായിട്ടാണ്. അതുകൊണ്ട് ഈ കേസ് കേരള പോലീസാണോ തമിഴ്നാട് പോലീസാണോ അന്വേഷിക്കേണ്ടതെന്ന് കോടതിയാണ് തീരുമാനിക്കേണ്ടത്. സോറി സാർ, പറഞ്ഞ കാരണങ്ങൾ വെച്ചുകൊണ്ട് പ്രതികൾ വിട്ടുതരാൻ ബുദ്ധിമുട്ടാണ്. ശരി, പാകലാം. നിന്നെയൊക്കെ തമിഴ്നാട് പോലീസിന് വിട്ടുകൊടുക്കാൻ ഇപ്പൊ വിളിച്ചത്. കഴിഞ്ഞ മാസം ചന്ദനം കടത്തി 4 തമിഴന്മാരുടെ വാരിയിൽ ഒടിച്ചതിന്റെ വാശി അവന്മാർക്ക്. അവന്റെ ഒക്കെ കൈ കിട്ടിയ അണ്ടർവെയർ പോലും ബാക്കി ഉണ്ടാവില്ല. എന്താ ജാമ്യത്തിന്റെ കാര്യത്തിനാ സാർ, ഇങ്ങേരാ കേരള ഹൗസിന്റെ ഓണർ. ഇങ്ങോട്ട് മാറിക്കണം. അപ്പൊ താനാണല്ലേ അമ്പലപ്പുഴ പാൽപ്പായസത്തിൽ വിഷം ചേർത്ത് കുടിപ്പിച്ചത്? എന്റെ കൈ വിഷം ഉണ്ടായിരുന്നെങ്കിൽ അത് മറ്റാർക്കും കൊടുക്കാതെ ഞാൻ തന്നെ കഴിച്ചേനെ. അത്രയ്ക്ക് പരിതാപകരമാ സാറേ എന്റെ അവസ്ഥ. മലയാളികളായതുകൊണ്ടാ നിന്നോടൊക്കെ ഇത്തിരി ദയ കാണിക്കുന്നത് എന്ന് വിചാരിച്ച് നെകളിക്കരുത്, ഇടിച്ച് പൊടിച്ചളയും ഞാൻ. ഇന്നെന്റെ ബർത്ത്ഡേ, നിന്റെയൊക്കെ ഭാഗ്യം ഈ ഒരൊറ്റ ദിവസം ഞാൻ കൈമനക്കിടത്തത്. പോയിക്കോ. നിന്നു ഡെയിലി വന്ന് ഒപ്പിട്ടോളണം. നിങ്ങളിൽ ആരെങ്കിലും ആൾ മുങ്ങിയ താൻ അതിന് ഉത്തരം പറയേണ്ടി വരും. അപ്പൊ ഇവ മുങ്ങിയാല നീ തൂങ്ങും. ഇറങ്ങി പോടാ. സാറേ, ഹാപ്പി ബർത്ത്ഡേ. ബർത്ത്ഡേ ആയിട്ട് കുറച്ച് അമ്പലപ്പുഴ പാൽപ്പായസം ഞങ്ങൾ ഉണ്ടാക്കി കൊടുത്താക്കല്ലേ. കഴിവറ മോനെ, വിഷം നിന്ന് എന്നെയും കൊല്ലണ പരിപാടി. ഇറങ്ങി പോടാ. ഓടാ. ചേട്ടാ, ഈ ഹൗസ് കേരള എവിടെയാ? എന്ത്? ആ കേരള ഹൗസ്. ഓ, ആ ചെക്ക് പോസ്റ്റ് നേരെ പോയി വലത്തോട്ട് തിരിഞ്ഞ ഇടതുവശത്ത് കാണുന്ന വീടാ. നന്ദി. ശരി, ഞാൻ മിന്നാന്ന് വരും. അപ്പൊ ഒരു ചായ വാങ്ങിച്ചു തരാം. மம்மி நீங்க உட்காருங்க. நீங்க எல்லாம் சாப்பிடுங்க, நான் அப்புறமா சாப்பிட்டுக்கிறேன். சாப்பிடாதே பொண்ணுங்களே, சாப்பிடாதே. ஓகே, சாப்பிடு. யாரா நீ? பைத்தியக்கார மாதிரி இருக்கு. ஐயா, எல்லாம் நீ என்ஜாய் பண்றா. இவ பிச்சைக்காரனே, ஒரு வருஷமா சாப்பாடே காணாம போயிருக்கு. போ போ போ. இனி ஞான் யாருன்னு சொல்றேன். அதான் உன்னோட பேரா? என் பேரு கண்ணப்பன். எல்லாரும் என்ன டெஸ்டர் கண்ணப்பன் என்று விളിക്കും. இனி முதல் நீங்க என்ன சாப்பிடுறதுக்கு முன்னாடி நான் சாப்பிட்டுட்டு விஷம் கிஷம் இல்லன்னு உறப்பு வருத்தணும். എന്നിട്ട് தான் நீங்க சாப்பிடணும். ஏன், எதுக்கு சொல்றேன். கல்லு வாதுக்கள் தெரியுமா? இதுக்கு முன்னாடி அங்கதான் எனக்கு டியூட்டி. சாராய டெஸ்டர். ஒரு நாள் நான் லீவ் எடுத்தപ്പോൾ அங்கே சத்தது 40 പേർ, കണ്ണു പോയത് 30 പേർ. എൻ അപ്പൻ താൻ വൈപ്പിംഗറിലെ ടെസ്റ്റർ ആയിരുന്നത്. അപ്പന്റെ 4ാമത്തെ കല്യാണത്തിന് അപ്പൻ 2 ദിവസം ലീവ് എടുത്തപ്പോൾ അങ്ങേയും 100 പേര് വടിയായി 150 പേരുടെ കണ്ണിന്റെ ഫീസ് ബച്ച്. നിന്റെ കഥയൊന്നും ഇവിടെ ആർക്കും കേൾക്കണ്ട. അത് നീ പുറത്തിറങ്ങ.
நீங்க என்ன சொன்னாலும் நான் போக மாட்டேன். அந்த பெரிய தேவர் சார் தான் என்ன இங்கே அழைச்சது. ഹലോ ആ വന്നു ഓ அப்படியா சரி பெரியப்பா இந்த உலகத்தில் 24,000 விஷம் இருக்கு. பட்டி விஷம், பூச்ச விஷம், பாம்பு விஷம், ஆன விஷம், ஆடு விஷம், எலி விஷம், டெலிவிஷன், காதல் விஷம், கை விஷம், மூக்கில் விஷம், വയറിൽ விஷம், നെഞ്ചിൽ விஷம். ഇതിലേത് വിഷമായാലും എനിക്ക് കേൾക്കാതെ ഞാൻ സാപ്പിട്ട് 5 മിനിറ്റ് കഴിഞ്ഞ് എന്റെ നഗരിലെല്ലാം നീല നിറം വന്നാൽ സാപ്പാടിൽ കണ്ടിപ്പാ വിഷം ഇருக்கு. മാമി ഇഡ്ലി കിഡ്ലി, സാമ്പാർ കീമ്പാർ, ചട്നി കിഡ്നി, വടക്കിടை ഇവയിലൊന്നും വിഷമില്ല. ധൈര്യമായി താങ്ങിക്കോ. நாங்க பின்ன சாப்பிட்டுக்கலாம். இனி இത്രയല്ലേ ഉള്ളൂ. അത് നീ സാപ്പിട്ടുക്കോ. നോ താങ്ക് യു. ഞാൻ പോരുന്ന വഴി ഹോട്ടലിൽ നിന്ന് 2 പൊറോട്ടയും ഒരു ചായയും കഴിച്ചു. ഇനി നീങ്ക പച്ചത്തണ്ണി കുടിക്കണ കൂടി ഞാൻ കുടിച്ച് പാത്തക്കപ്പുറം താൻ കുടിക്കണം. പിന്നെ ഒന്ന് കിടക്കണമല്ലോ. അപ്പോ ഇന്ന് തിരിച്ചു പോണില്ലേ? എവിടെ പോവാൻ? നിങ്ങൾ ഇവിടെ എത്ര ദിവസം ഉണ്ടോ അത്രയും ദിവസം ഞാൻ അവിടെ നിക്കണമെന്നാ പെരിയ തേവർ സാർ പറഞ്ഞിരിക്കുന്നത്. നോക്ക്, இங்க இருக்கிறதே ஒரே ஒரு பெட்ரூம் தான். அதுல நாங்க 4 பேர் கிடக்கிறதே கஷ்டம். കുഴപ്പമില്ല, നിങ്ങൾ 4 പേരുടെ കൂടെ അതിന്റെ ഓർത്ത് ഞാൻ കിടന്നോളാം. എന്നൊരു സ്ത്രീയായി കണ്ടോളൂ, എനിക്ക് വിരോധമില്ല. ஐயடா, வந்திருக்கிற ஒரு ஸ்திரீ லோலன் தான். வெளியில அம்மி கிடக்கிற வராந்தா ஒண்ணு இருக்கு, அங்க போய் கிடக்கு. ഓ, മമ്മി വരാന്തയിലാണ് കിടക്കുന്നത്. മമ്മി എങ്കിൽ മമ്മി. മമ്മി കാണാൻ എങ്ങനെ സുന്ദരിയാണോ? എന്റെ മോന്തക്കിട്ട് മമ്മിയല്ല, അരക്കിற അമ്മി. അരക്കണ അമ്മി മനുഷ്യനെ വെറുതെ കൊതിപ്പിച്ച്. ഉച്ചയൂണിന് മുമ്പ് വിളിക്കുമോ എന്തിനാ? ടെസ്റ്റിങ്ങിനെ. അവളുമാരൊരു അമ്മി. കണ്ടോ? നിന്നെ കാണാതിരിക്കാൻ ഞാൻ എന്താ കുരുടനാ? എന്നെ അല്ല, അപ്പുറത്തൊരു പാണ്ടി പോലീസിനെ പ്ലാവലെടുത്ത് പൊക്കുന്ന പോലെ അമ്മിക്കല്ലെടുത്ത് ഇങ്ങനെ പൊക്കിയത്. ഇത് പാണ്ടി പോലീസ് അല്ലടാ, ഗുണ്ട. ഉണ്ണാൻ സമയമായിട്ടില്ലല്ല. ഉണ്ടോന്നല്ല, ഗുണ്ടാന്നാ പറഞ്ഞത്. വില്ലുപുരത്തൊരു ദാതയുണ്ട്, കാളിമുത്തു. ഉരലെടുത്ത് ഒറ്റക്കൈ കൊണ്ട് അമ്മാനമാടലാണ് അയാളുടെ ഹോബി. സംശയിക്കേണ്ട, ഇവൻ കാളിമുത്തുവിന്റെ ശിഷ്യനാ. തടിയുണ്ടെങ്കിൽ പുല്ലെങ്കിലും പറിച്ചു തന്നെ. വല്ലഭ എന്റെ ജെട്ടി കണ്ടടാ? ഞാൻ എടുത്തൊന്നുമില്ല, എനിക്കത് പാകാകെ ഇല്ല. പിന്നെ ഇതെവിടെ പോയി? ഈ ലൊക്കാലിറ്റി എവിടെ ഉണ്ട്, അതിന്റെ മണമല്ലുണ്ട്. അത് അടുത്ത വീട്ടിൽ ഉണക്കുകയും വറക്കണമാണോ? പിന്നെ ആ ഷാട്ടിക്ക് ഇത്ര നല്ല മണോ? വല്ലഭ കിട്ടിയാ? അവൻ വരുന്നുണ്ട്. അയ്യോ, ഓ, സെറ്റപ്പ് ഒക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണല്ലേ മുങ്ങാൻ. പോവും പോവും. അല്ല, ഇവർ ഈ ബാഗൊക്കെ ആയിട്ട് എങ്ങോട്ടായി യാത്ര? പറ. ഈ പെറുക്കാൻ നടക്കണ പാണ്ടികൾ എടുത്തോണ്ട് പോകണ്ടെന്ന് കയറി സേഫ്റ്റി സൈഡിന് എടുത്ത് വെച്ചതാ. അതെ. നീ എന്താ കാണിക്കണേ? ഈ പെറുക്കാൻ നടക്കണ പാണ്ടികൾ വാതിലും പൊളിച്ച് വന്നാലാ? അപ്പൊ ഒന്ന് മൂത്രം ഒഴിക്കണമെങ്കിൽ നിന്നെ വിളിച്ചോണത്തണ്ടേ? നീ എന്നെ വിളിച്ചാ മതി വല്ലഭ, ഞാൻ തുറന്നു തരാം. അല്ല വല്ലഭ, വാതിലടച്ചു കൂട്ടി കട്ടിലും തള്ളി വെച്ച് അപ്പോഴാണ് അല്ല വല്ലവൻ കിടന്നുറങ്ങാൻ നോക്ക്. അല്ല, ഇവൻ നമ്മളെ കൊണ്ടേ പോവുള്ളൂ. അവൻ വന്ന ഞാനില്ല. വരാന്തേക്ക് വരാന്ത ഒന്ന് ചുരുണ്ടുകൂടി ഉറങ്ങണം. നേരിവായേ. പായേ, നിന്നോട് ചുരുണ്ടുകൂടാനല്ല പറഞ്ഞത്. എനിക്കിവിടെ ചുരുണ്ടുകൂടി ഉറങ്ങണോന്ന്. നേരെ കെടുക്കടി കള്ളി. ടെസ്റ്റർ കണ്ണപ്പനോടാ നിന്റെ കളി. പിന്നെ മനുണ്ട് പണ്ടാറും ചുരുണ്ടുകൂടി പോ വൃത്തികെട്ട പായേ. ഇപ്പൊ ചുരുളൂല, പക്ഷെ കിടക്കാൻ പറ്റില്ലല്ലോ.
ഇതങ്ങനെ നേരത്തെ ചെയ്താൽ മതിയായിരുന്നില്ലേ? അയ്യോ! ഇത് പണ്ടെങ്ങാൻ ചുരുണ്ടുകൂടി ചത്ത ഏതോ തമിഴന്റെ പ്രേതം ഈ പായ കൂടിയിട്ടുണ്ട്. ഏതായാലും ഞാൻ വെറുതെ വിടാന്ന് വെച്ചിട്ടില്ല. 18ാമത്തെ തടവ് അത് ഞാനൊന്ന് എടുക്കും. തീർന്നല്ല നിന്റെ അഹങ്കാരം. എനിക്കിനി സ്വൈരോട്ടൊന്ന് കിടന്നുറങ്ങണം. ഈശ്വരന്മാരെ രക്ഷിക്കണേ. நீ சொல்ல എന്താ 3 പേര് ചേർന്ന ഒരു മീറ്റിംഗ്? மாமி இன்னைக்கு அம்மாவாசி தானே? ஆமா, நான் மறந்தே போயிட்டேனே. മാമി തന്നെ சொன்னே അമാവാസിക്ക് പിറ്റേന്ന് രാവിലെ മാമി കൺ തുറന്ന് മന്ത്രം ചൊല്ലി ആര് നോക്കിയാലും இந்த வீடு நாடும் விட்டே போயிடுமென்னு. ஆஃப் கோர்ஸ். என் நட்சத்திரம் அவ்வளவு பயங்கரமானது. இந்த மாதிரி கோடியில ஒரு ஆளுக்கு தான் அந்த பாக்கியம் கிடைக்கும். ஏதோ கடவுள் புண்ணியத்துல எனக்கு அந்த பாக்கியம் கிடைச்சிருக்கு. அந்த நட்சத்திரத்தோட எஃபெக்ட் ഞങ്ങൾക്കൊന്ന് കാണണം മാമി. അതെ, കേരള പോലീസിനെ കൊണ്ട് നടക്കാത്ത കാര്യം മാമി നടത്തണം. அந்த மலையாளிகள் இந்த ஊரை விட்டு ஓடணும். ஆ மாமி. ஓகே, நான் ட்ரை பண்றேன். அப்படி சொல்லாதீங்க, ചെയ്തേ പറ്റൂ. അങ്ങനെയാ പറഞ്ഞിരുங்க. ഓക്കേ, നാളേക്ക് കാലയില എന്റെ കണ്ണോட പവർ എന്നന്ന് ഞാൻ അവங்களுக்கு കാണിച്ചു കൊടുക്കറേൻ. ഓക്കേ, ഇവിടുന്ന് എങ്ങനെയാ വാസുവേട്ട ഒന്ന് രക്ഷപ്പെടുക? എങ്ങനെ രക്ഷപ്പെട്ടാലും പോലീസുകാർ പൊക്കി നമ്മളെ ഇവിടെ കൊണ്ടുവരും. വല്ലാത്തൊരു പുരിവാല വന്ന് പെട്ടിരിക്കുന്നത്. ആഹാ, എന്താണ് രണ്ടുപേരും കൂടി ഒരു കൊണാപ്ലിക്കേഷൻ? മുങ്ങാനല്ല, അകത്തെ ബാത്റൂമിൽ വെള്ളമില്ലല്ലോ, അതുകൊണ്ട് പുറത്ത് മറപ്പരയിൽ കുളിക്കാൻ. അത് വേണ്ട, ഞാൻ കോരി വെച്ച വെള്ളമാണ്. ഞാൻ കുളിച്ചിട്ട് നിങ്ങൾ കുളിച്ചാൽ മതി. അത് ശരിയാണ്. അവൻ ആദ്യം കുളിക്കട്ടെ, നമുക്ക് മുറി പോയി വെയിറ്റ് ചെയ്യാം. മുറി പോയി വെയിറ്റ് ചെയ്യണ്ട, നമുക്ക് 3 പേർക്കും കൂടി ഒരുമിച്ച് കുളിക്കാം. അയ്യേ, 3 പേരും കൂടി ഒരുമിച്ച് കുളിക്ക്. അതിനിപ്പോ എന്താ, നമ്മൾ 3 പേര് ആണുങ്ങളല്ലേ? ഒരു കാര്യം ചെയ്യാം, നമുക്ക് 3 പേർക്കും കൂടി കണ്ണടച്ച് കുളിക്കാം. കണ്ണടച്ചാ? കണ്ണടച്ച് കുളിച്ചാ കാണില്ല, അതറിയില്ലേ? കേറ് കേറ്. വാസുവേട്ടൻ ഇങ്ങോട്ട് പോണ്. ഞാൻ കുളിക്കാൻ കുളിമുറി ഇവിടെ ഇല്ല, ഇങ്ങോട്ട് കേറ്. ആ കുളിമുറി ഇവിടെയാണല്ലേ? ഓരോരുത്തരായിട്ട് വാ, കേറ്. അല്ല, നീ ഇതെങ്ങോട്ട് പോണ്? ഞാൻ കുളിമുറിയുടെ വാതിലടക്കാൻ പോണ്. അയ്യോ, നീ കേറ്, ഞാൻ അകത്തുനിന്ന് അടച്ചോളാം. ശരിയാണല്ലോ, ഇതിന്റെ വാതിലകത്തുനിന്ന് നടക്കാം. കണ്ണടച്ചുള്ള കളിയാണ് കേട്ടാ. കളിയല്ലടാ, കുളി. എനിക്ക് എന്റെ കുട്ടിക്കാലം ഓർമ്മ വരുന്നു. എന്ന് വെച്ച് കണ്ണൂർക്കല്ലേ കേട്ടാ. ദൈവം കണ്ണു തന്നത് എന്ത് ഭാഗ്യം. അതെന്താടാ വല്ലപ്പാ? ഇല്ലെങ്കിൽ കണ്ണടക്കാൻ പറ്റുമായിരുന്ന? ആദ്യം നിന്റെ വായടക്ക്. நம்ம பசு இதையே ஒரு ட்ரையல் பார்க்கலாம். ஒர்க் அவுட் ஆயி போச்சு. ஓகே, நெக்ஸ்ட் സോപ്പ ആരയില്ല. എന്നാ കിട്ടി. കൈയെടുക്കണം, അത് ചോപ്പലടാ. എന്താടാ പെട്ടെന്നൊരു കാറ്റ് തന്നെ? മഴ പെയ്യുന്ന തോന്നണേ. നിങ്ങൾ ആചാര്യ താഴെട്ടി കല്ലൊന്ന് പിടിയടാ. തീരെ പരിചയമില്ലാത്ത സാധനങ്ങൾ കണ്ടാണ് മാമി പേടിച്ചിരിക്കുന്നത്. പരിചയം ഉണ്ടായിരുന്നെങ്കിൽ പേടിക്കില്ലായിരുന്നല്ലോ. இந்த மாதிரி ஆளுகளா தனி கண்ட்ரிஸ், கொஞ்சம் கூட கல்ச்சர் இல்லாதவங்க. இவங்களெல்லாம் என்ன செய்யணும்னு எனக்கு தெரியும். പകരം വീട്ടാനാണെങ്കിൽ ഞാനൊരു നല്ല വഴി പറഞ്ഞു തരാം. അവരേത് നാണയത്തിൽ ചെയ്തോ അതേ നാണയത്തിൽ തിരിച്ചടിക്കണം. என்ன അവരെങ്ങനെ മാമിയെ പേടിപ്പിച്ചുവോ അതേപോലെ തന്നെ നിങ്ങളും അവരെ പേടിപ്പിക്കണം. അങ്ങനെ തന്നെ ചെയ്യണം. ദുഷ്ടന്മാരി, അവര് 3 പേരിലുണ്ടായിരുന്നുള്ളൂ, നിങ്ങൾ 4 പേരില്ലേ? വേണമെങ്കിൽ ഞാനും ചേരാം. ഒരു വെറൈറ്റി ആയിക്കോട്ടെ. എന്റെ ഭഗവതി, ഇപ്പവും அந்த കാഴ്ചയെ വിചാരിച്ചു നോക്കിയാ എന്റെ തലയെല്ലാം ചിറ്റുത്, എന്റെ ഉടമ്പെല്ലാം വിറയ്ക്കുതമ്മാ. വിഷമിക്കാതെ മാമി, ഇതിന് പ്രതികാരം ചെയ്യാതെ ഞാൻ വിട മാട്ടേ. ജഡ്ഡി ഉണ്ടായിരുന്നെങ്കിൽ ആ തള്ളച്ച് ഇത്രയും പേടിക്കില്ലായിരുന്നു. എവിടെ പോയാ? അതേ കിടക്കണം. ചേട്ടാ, ഇതെങ്ങനെ മദ്രാസിലോട്ട് പോയി? ആ തമിഴത്തേണ്ട കൈ കിട്ടിയ പിന്നെ ഊരിയെടുക്കാൻ പാടാ. ഹലോ ഹലോ, ഏ പയ്യൻ, ഇങ്ങോട്ട് എന്നെ ഗ്ലാഡ് മീറ്റ് യു. എന്താ പേര്? കൊച്ചുവാസു. മുഖത്തെന്താ ഭാഗ്യരേഖ പോലൊരു പാട്? നാക്ക് പഠിക്കാൻ നേരത്ത് ഈർക്കില് കൊണ്ടതാണേ. അപ്പൊ തൊലിക്കെട്ടി തീരെ കുറവാണല്ലേ? ആ സാറ്, ഞാൻ കണ്ണപ്പൻ, ടെസ്റ്റർ കണ്ണപ്പൻ. ടെസ്റ്ററാ? എന്ത് സാധനവും ടെസ്റ്റ് ചെയ്യും. ഓഹോ, എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇങ്ങ് തന്നാ മതി. 5 മിനിറ്റിനുള്ളിൽ റിസൾട്ട് പറയും. ഞാൻ കുറെ ആളായി ഒന്ന് ടെസ്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. പഞ്ചസാര ഉണ്ടോന്നൊരു. ഓ, അതിൽ കുറഞ്ഞാലും സാരമില്ല, വേഗം എടുത്തുണ്ടാ, ചൂടാറാതെ.
പറ്റിയൊരു ചെറിയ പാത്രം വേണമല്ലോ. ചെറിയ പാത്രം എന്തിനാ, വലിയ പാത്രം തന്നെ ആയിക്കോട്ടെ. വേണ്ടല്ലോ ചൂടാറാതെ വേഗം കൊണ്ടുവരൂ. അപ്പൊ ഒരു മിനിറ്റ് നിൽക്കണേ, ഞാൻ പോരാ. ഊണിന് മുമ്പ് ഒരു കാപ്പി കൂടി ആകാം. 5 മിനിറ്റ് മുമ്പ് ഒഴിച്ചു കളഞ്ഞോണ്ട് ഇത് കുറച്ചേ ഉള്ളൂ. നിങ്ങളെന്താ ടാറ്റയുടെയും പിള്ളേരുടെ മക്കളാ ചുമ്മാങ്ങ ഒഴിച്ചു കളയാനായിട്ട്? പ്രതീക്ഷിച്ചില്ലല്ലോ. തൽക്കാലം ഇതൊന്ന് ടെസ്റ്റ് ചെയ്യും. അപ്പോഴും വല്ലപ്പം വരും. വല്ലപ്പം മാർക്കറ്റിൽ പോയിരിക്കണം. അവനാണെങ്കിൽ ലേശം വയറേടിയുടെ അസുഖമുണ്ട്. അപ്പൊ അതുമായി അതാവുമ്പോ കുറച്ച് കൂടുതൽ കാണും. അപ്പൊ ഇന്ന് കോളാണ്. എന്താണോ ഇത്? മൂത്രം. വല്ലം പറ്റുന്നത് മറ്റതാണ്. വേണ്ട, എന്നോട് ഇത് വേണ്ട. ടെസ്റ്റ് ചെയ്യാൻ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് പിന്നെ വേണ്ടാന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? എന്നോട് കളിച്ചാലേ നീ ഒന്നും അധിക കാലം മൂത്രം ഒഴിക്കൂല. ഇനിയിപ്പോ ആ ചെമ്പെടുക്കണമെങ്കിൽ പണ്ടാണെങ്കിൽ തമിഴ്നാട് വരെ പോണം. കാശ് എത്ര ചെലവാ? ആദ്യം ചെട്ടിയിട്. പോയി 50 രൂപ പോയി. സാരമില്ല, 5 കൊല്ലം ഉപയോഗിച്ചല്ലേ, അത് മതി. ഉപ്പേ പോടല ആണോ ഉപ്പ് കക്കിത്? അഡ്ജസ്റ്റ്. ആഹാ, വാസുവേട്ടൻ വടിയും കുത്തി എങ്ങോട്ടാ? സബർമതിയിലേക്കാ? അല്ല, ഉപ്പ് സത്യാഗ്രഹത്തിന് നീ വരുന്ന? ആ ചോറ് തിളച്ച മുന്നിട്ടൊന്ന് വാർത്തിടാൻ തോന്നിയ മനുഷ്യൻ ഇനി അതൊരു വാർത്തയാക്കി. നീ എന്താടാ വെറും കൈയോടെ? വെറും കൈയല്ലല്ലോ, കാലിസഞ്ചി ഉണ്ടല്ലോ. നീയൊന്നും മേടിച്ചില്ലേ? കേരളത്തിൽ ഇന്ന് ഹർത്താലാ. എന്തിന്? ഇന്ത്യ ക്രിക്കറ്റിൽ ജയിച്ചു. അപ്പൊ സാരില്ല. എടാ, റോഡിനപ്പുറം തമിഴ്നാട്ടിൽ നിനക്ക് അവിടുന്ന് മേടിക്കാൻ പാടില്ലായിരുന്നു. പട്ടി വാങ്ങും. അതല്ലേ നിന്നെ തന്നെ വിട്ടത്. എടാ, തമിഴന്മാര് നമ്മുടെ ശത്രുക്കളാണ്. തമിഴ്നാട്ടിൽ നിന്ന് വെണ്ടക്ക വാങ്ങിച്ച് കറി വെച്ച് കേരളത്തിൽ ആരും ഉണ്ണണ്ട. എന്നാ പിടി കാശ്. ഇത് 10 ഉള്ളൂ. ബാക്കി കാശിന് ഞാനൊരു വടയും ചായം കഴിച്ചു. ഹർത്താലിൽ എവിടെയാ ചായക്കട? തമിഴ്നാട്ടില്. ഓഹോ, അപ്പൊ നീയല്ലേ പറഞ്ഞ തമിഴ്നാട്ടിൽ ഒന്നും മേടിച്ച് ഇവിടെ കറി വെക്കണ്ടെന്ന്? അത് കറി വെക്കണ്ടെന്നല്ലേ പറഞ്ഞോളൂ. ആണല്ലേ? എനിക്ക് ഇന്ന് രണ്ടുപേരും പച്ചച്ചോറ് അങ്ങനെ കേറ്റിയാ മതിയേ. എടാ, എനിക്ക് പച്ചച്ചോറ്. എനിക്ക് പറ്റില്ല. ജയിലിൽ കിടന്നപ്പോഴും ഞാൻ. എന്താ, ജലദോഷം ഉണ്ടായാ? ഇന്ന് നമ്മൾ സാമ്പാർ കൂട്ടി ഉണ്ണും. എക്യുപ്മെന്റ്സ് എല്ലാം റെഡി. ടെസ്റ്റിങ്ങിനുള്ള സാധനങ്ങൾ ഓരോന്നോരോന്നായി പോരട്ടെ. കറികളൊന്നുമില്ലേ? നെറ്റിയിൽ എന്താ ചട്നിയാ? അല്ല, പുണ്ണാക്ക്. അത് തലക്കകത്തല്ലേ? ഈശ്വര, കഷ്ണങ്ങൾ വാരിയിടുന്നതിന് മുമ്പ് ആ തള്ളച്ചി വരല്ലേ. പോരട്ടെ. തെറ്റിപ്പോവല്ലേ. അടി തെറ്റിയാ സാമ്പാറും വീഴുന്നാ. കഷ്ണം 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 കൊള്ളാം. ഞാനെന്തോ മറന്നല്ലോ. കൈ കഴുകിയില്ല. ഈ കട്ട് തിന്നതിന്റെ രുചി ഒന്ന് വേറെ തന്നെയാണല്ലേ. കോളിഫ്ലവർ മാതിരിയുള്ള എന്തോ പച്ചക്കറിയാണെന്നാ തോന്നണത്. ഇച്ചിരി കൂടുതലാ. ശരിയാ. ഒരു കഷ്ണം കണ്ടാ? ഒറ്റ കഷ്ണം. ഒരു കഷ്ണം തരുള്ളൂ, ഇനി ചോദിക്കരുത്. ഒരു പക്ഷെ ഇത് പിഴിഞ്ഞു തിന്നേണ്ടതായിരിക്കോ? വലിയ പണക്കാരല്ലേ, ഊട്ടിന്ന് കൊടക്കനാലിന്ന് കൊണ്ടുവന്ന. ഈ റബ്ബർ പോലത്തെ ഏതോ പച്ചക്കറിയാണെന്നാ തോന്നണേ. ഒരു പക്ഷെ ഈ പച്ചക്കറി റബ്ബർ തോട്ടത്തിൽ നിന്നുണ്ടായിരിക്കും. നിങ്ങൾ കൂടെ നോക്കട്ടെ. ശരിക്കും ക്ലീൻ ചെയ്തിട്ടില്ല. ഇതിന്റെ ഇലയൊക്കെ കിള്ളിക്കളഞ്ഞെന്നാ തോന്നണ. ഹായ്, കാണാതായെന്ന് ചട്ടി തിരിച്ചു കിട്ടിയടാ. ഇത്രയും നല്ല സാമ്പാർ എന്റെ ജീവിതത്തിൽ കഴിച്ചിട്ടില്ല. അല്ല, ഞാൻ അറിയാണ്ട് ചോദിക്കുക, നിങ്ങൾ ഈ തമിഴ്നാട്ടുകാർ സാമ്പാറിൽ ഉണക്കച്ചെമ്മീൻ ചേർക്കാറുണ്ടോ? എന്താ ടേസ്റ്റ്, എന്താ ഒരു സ്മെല്ല്. சாம்பார் தீர்ந்து. சாம்பார் மட்டும் இல்ல, ചോറും തീർന്നു പോச்சு. ശരിയാണല്ലോ. ഇനിമേ ഞങ്ങള് സാപ്പിടറക്കെ പുതുസാ ഉണ്ടാക്കണം. സാരില്ല, ഞാനത് വീണ്ടും ടെസ്റ്റ് ചെയ്തോളാം. അല്ല, എനിക്ക് ഇവിടുത്തെ ആചാരം അറിയാത്തതിന്റെ പേര് ചോദിക്കാം. ഈ ഇല ഞാൻ എടുക്കണോ? വേണ്ട, അതും തിന്നോ.